അല്ല മോളെ, അവള് ചെന്നൈയിലുള്ള ഫ്ലൈറ്റ് അടക്കം കുറെ മണിക്കൂർ തുടർച്ചയായ യാത്രയായിരുന്നില്ലേ അമ്മേ? അതുകൊണ്ട് അവളെ ഗസ്റ്റ് ഹൗസിലാക്കിയിട്ടാ ഞാൻ ചാർജ് എടുക്കാൻ പോയത്. അയ്യോ, അപ്പൊ നീ അവളെ കൊണ്ടുവന്നില്ലടി? കൊണ്ടുവന്നമ്മേ. നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് കുറച്ചു നേരം കാറിനുള്ളിൽ ഇരിക്കട്ടെ എന്ന് കരുതി. മോളെ, സത്യഭാമേ, 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 സത്യഭാമേ. മോളെ, ശാരദാമ്മയുടെ പൊന്നു മോളെ. സുന്ദരി കുട്ടി. അയ്യോ മോളെ, മോക്ക് മനസ്സിലായോ ഞങ്ങളൊക്കെ? കുറുപ്പ് സാറല്ലേ? ആഹാ, അമ്പടി കേമി, ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്നെ നീ എങ്ങനെ തിരിച്ചറിഞ്ഞു? ഒരുപാട് താടിയും മുടിയുള്ള ആളാ കുറുപ്പ് സാറെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ആ, പിന്നെ സാറിന്റെ ശബ്ദത്തിന്റെയും കാര്യം. ഡി മിണ്ടാതിരിക്കടി. ആഹാ, എന്നാ പറഞ്ഞ് ഞങ്ങളൊക്കെ ആരാന്ന്? ശാന്താന്റി അല്ലേ? ദേ അത് ശങ്കരൻ അങ്കിള്, ഇത് ശാരിക അമ്മ. മിടുക്കി. ഇതെന്റെ പൊന്നു ശാരദാമ്മ. മോളെ, ഇവക്ക് എങ്ങനെ ഇതൊക്കെ അറിയാതെ വരിക? ശാലിനിയുടെ മോളല്ലേ? ഇനി കുറച്ചുനാള് ഞാനും മോളും ഇവിടെ ഉണ്ടാവും. വിശേഷങ്ങളും പരാതികളും ഒക്കെ വഴിയെ പങ്കുവെക്കാം. ആ, കുടുംബശ്രീന്ന് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും പോകാവൂ. ശാന്തേച്ചി, ഇവരുടെ കാര്യം നോക്കണേ. എനിക്ക് ഒരാളെ കൂടി കാണാനുണ്ട്. മനസ്സിലായോ? മുത്തശ്ശനല്ലേ? മുത്തച്ഛന്റെ പേരറിയോ മോക്ക്? ഗോപാലകൃഷ്ണനല്ലേ? മുത്തശ്ശനെ പറ്റി എപ്പോഴും അമ്മ പറയും. മുത്തശ്ശന്റെ യാത്രയൊക്കെ കഴിഞ്ഞോ?
എല്ലാ യാത്രകളും ഇവിടെ അവസാനിച്ചു മോളെ. പിച്ച വച്ചത് മുതൽ നടന്നതെല്ലാം ഈ കട്ടിലേക്ക് എത്താനായിരുന്നുവെന്ന് സങ്കല്പിച്ചതേയില്ല. കാശിയിലും ഹരിദ്വാറിലും ഋഷികേശിലും കൈലാസത്തിലുമെല്ലാം ഈശ്വരനെ തിരഞ്ഞു. എവിടെയും കണ്ടുകിട്ടിയില്ല. ഒടുവിൽ ഈ കിടപ്പിൽ തിരിച്ചറിയുന്നു, അവനവന്റെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരനെന്ന്. ചോക്കുമലയിൽ ഇരിക്കുന്നവൻ ചോക്ക് തേടി അലയുന്നത് പോലെ വെറുതെ നടന്നു തളർന്നു. ഇങ്ങനെ സങ്കടപ്പെടണ്ടെന്ന് ഞാൻ എപ്പോഴും പറയും മോളെ. ചികിത്സയില്ലാത്തതല്ലല്ലോ വാതരോഗം. ആ നാരായണൻ വൈദ്യൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 30 ദിവസത്തെ ഒഴിച്ചിലുകൊണ്ട് തന്നെ ഭേദമായേനെ. കിടപ്പിലായ എത്ര പേര് ഓടി നടന്നിട്ടുണ്ട്. ഓട്ടമൊക്കെ ഇനി മതിയാക്കാൻ ശാരദേ. ഓരോ കാലിനും ഇത്ര ചൂടെന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഞാനിനി നടക്കുന്നത് എന്റെ മക്കളുടെ പാദങ്ങളിലൂടെയാ. ദേ കണ്ടില്ലേ, ജില്ലാ കളക്ടറുടെ അച്ഛനാ ഞാൻ. പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടു അച്ഛൻ. നീ വന്നിറങ്ങുന്നതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ആ, വിധി സമ്മതിച്ചില്ല. എല്ലാത്തിനും ഒരു നിയോഗമുണ്ടല്ലോ. ഇവളിൽ എനിക്കൊരു മകൻ പിറക്കും. അവനെ ഞാൻ IAS ഓഫീസറാക്കൂടി. നിന്റെയൊക്കെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന കളക്ടർ. ഇത് സാക്ഷിയാക്കി പറയാ. ആൺമക്കളെ തേടി പോയിക്കോ ഗോപാലട്ടൻ. പക്ഷേ ഒരു പെണ്ണിനെ കൊണ്ട് എന്താവുന്നു, പെൺമക്കളെ കൊണ്ട് എന്താവുന്നു കാണിച്ചു തരും കാലം. നീ തന്ന മുറിപ്പാടിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അച്ഛാ, മാപ്പ്. അയ്യോ മോളെ, ഗോപാലേട്ടാ, അതൊക്കെ ശാരദ പിടിച്ചു മാറ്റോളെ. മോളെ എന്തായി കാണിക്കുന്നത്? എടി. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എടി, ശാലിനി. ഈ സമയത്തെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് സമാധാനം കിട്ടില്ല അച്ഛാ. പതുക്കെ. ഇല്ലല്ലോ. അങ്ങനെ അല്ല ശാരദേ. വാശി വേണം, ചിലരോടൊക്കെ വൈരാഗ്യവും വേണം, പകയും മത്സരബുദ്ധിയും ഒക്കെ വേണം. എല്ലാം കൂടി ചേർന്നതാ ജീവിതം. ജീവിതത്തിന്റെ ഉപ്പും മുളകും മധുരവും വാശിയും മത്സരബുദ്ധിയൊക്കെ ഉള്ളിൽ സൂക്ഷിച്ചതുകൊണ്ടാ ദാ ഇവളിപ്പോ ഈ നിലയിലെത്തിയത്. അല്ലെങ്കിലോ കുടുംബശ്രീ ഹോട്ടലിലെ
ഒരു കരിക്കട്ട. എന്റെ മോളുടെ ഉയർച്ചയ്ക്ക് അങ്ങനെയെങ്കിലും അച്ഛൻ കാരണമായല്ലോ എന്ന് അഭിമാനിക്കാലോ, അല്ലേ മോളെ? മോളിനി ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? ഉണ്ടാകും അച്ഛ. അച്ഛൻ പറഞ്ഞതുപോലെ കുറെ നടന്ന് തളർന്നു, ഒറീസയിലും പഞ്ചാബിലും ഒക്കെ. ഒടുവിൽ ഇവിടെ എത്താൻ വേണ്ടിയായിരുന്നു. വിധി ഇവിടെ എത്തിച്ചു. എല്ലാം ശരിയാവും മോളെ. എന്റെ കാര്യങ്ങൾ ഞാൻ എന്നേ മറന്നച്ച. പിന്നെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇപ്പൊ അതേ ഉള്ളു മനസ്സില്. നിന്നെ കൊണ്ടത് സാധിക്കും മോളെ. അതെ അച്ഛ. ഇനി ഇവിടെ നല്ലതേ നടക്കൂ. നിങ്ങൾ ക്ഷീണിച്ചു വന്നതല്ലേ, കുളിച്ച് വേഷമാരി ഭക്ഷണം കഴിക്കേ. നമ്മുടെ മുത്തശ്ശ ഉമ്മ. മുത്തശ്ശൻ വിഷമിക്കണ്ട കേട്ടോ. മുത്തശ്ശന്റെ അസുഖമൊക്കെ പെട്ടെന്ന് മാറും. ശരി മോളെ. വാ. നഖം വെട്ടിയില്ല? വലിയച്ഛനെ പോലീസുകാർ ഉപദ്രവിച്ചോ? ചെറുതായിട്ട്. അയ്യോ, അതെങ്ങനെയാ? വലിയച്ഛൻ ഹീറോ അല്ലേ? എടി, നീ ടിവിയിലൊക്കെ കണ്ടിട്ടില്ലേ, സൂപ്പർ ഹീറോസിനെ വില്ലന്മാർ ഉപദ്രവിക്കും. അപ്പൊ പോലീസുകാർ വില്ലന്മാരാ? അങ്ങനെ ചോദിച്ചാ എല്ലാരും ഇല്ല, ചിലര്. എന്തേ, എന്താണ് എന്റെ പപ്പിക്കുട്ടി ആലോചിക്കണേ? അവർക്ക് നല്ല ഇടി കൊടുക്കണം വല്യച്ഛ. ഓ, ആർക്കിട്ട്? വല്യച്ഛനെ ഉപദ്രവിച്ച പോലീസുകാർക്കിട്ട്. എന്റെ പപ്പിക്കുട്ടി പറഞ്ഞല്ലേ, കൊടുത്തേക്കാം. അല്ല, എന്റെ പപ്പിക്കുട്ടിയുടെ പനിയൊക്കെ മാറിയോ? വല്യച്ഛനെ കണ്ടപ്പോഴേ മാറി. അങ്ങനെ മാറുന്ന പനിയുണ്ടോ? വല്യച്ഛനല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോഴേ അപ്പ വല്യച്ഛനെ പോലീസ് പിടിച്ചോണ്ട് പോയ സങ്കടം വരില്ലേ എനിക്ക്? സങ്കടം വരും. അങ്ങനെ സങ്കടം കൂടി പനി വന്നതാ. വല്യച്ഛനെ പോലീസുകാരെ വിട്ടപ്പോ പനിയും മാറി. ആണോ? ചുണ്ടരി കുട്ടി, വലിയ കുട്ടി ഇങ്ങോട്ട് വാ, ചോദിക്കട്ടെ. എന്താ ഇവിടെ? അവിടെ മോള് കിടക്കാൻ സമയായില്ലേ? അവള് പല ദിവസവും വിഷ്ണുവിന്റെ പോലെ കിടക്കുന്നത്. ഇന്ന് വേണമെങ്കിലും അവളവിടെ കിടന്നോട്ടെ. വിഷ്ണുവിനെ പോലീസ് കൊണ്ടുവെന്നും പറഞ്ഞ് ഒരുപാട് വിഷമിച്ചതല്ലേ. അവർ തമ്മിൽ ഒരുപാട് ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടാവില്ലേ. ആ പിന്നെ ഇയാള് വാ. വരാൻ ഞാൻ പറഞ്ഞില്ലേ, ഇത് അവരുടെ ലോകമാ.
അവരെ ശല്യപ്പെടുത്തണ്ട. മോൾക്ക് ഇഷ്ടായോ എല്ലാരെയും? ഒരുപാട് ഇഷ്ടായി. അമ്മേ, അമ്മയുടെ വീട്ടുകാരെയൊക്കെ കണ്ടു. അച്ഛൻ എന്നാ അമ്മ വരിക? അമ്മേ, അമ്മ എന്താ അമ്മ ഒന്നും മിണ്ടാത്തത്? അച്ഛൻ വരും മോളെ. എപ്പോഴും അമ്മ ഇത് തന്നെയല്ലേ പറയുന്നേ? എപ്പോഴും വരുന്നേന്ന് പറ അമ്മേ. നോക്ക്, അമ്മമ്മയും ഷാരിക ആന്റിയൊക്കെ കാണിച്ചു തരാന്നുള്ള വാക്ക് പാലിച്ചില്ലേ അമ്മ? അതുപോലൊരു ദിവസം അച്ഛനെയും കാണിച്ചു തരാം. എന്നാ അമ്മ അത്? ഒരു ദിവസം. എന്നിട്ട് നമ്മൾ അച്ഛനൊപ്പം താമസിക്കോ? പറയമ്മേ, താമസിക്കോ? പറയമ്മേ. മോളെ, അതൊക്കെ അപ്പോഴല്ലേ. താമസിക്കണമെന്നില്ല അമ്മേ. എന്നാലും മോളുടെ ഒരു സമാധാനത്തിന് താമസിക്കുമെന്ന് പറയമ്മേ. നമുക്ക് താമസിക്കാം. എന്നാ മോൾ ഉറങ്ങിക്കോട്ടെ. അമ്മ പാട്ട് പാടിത്തരണോ? വേണ്ട. കഥ കേൾക്കണോ? വേണ്ട. സ്വപ്നത്തിലേ ഞാൻ അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ. ശരി, എന്നാ മോൾ ഉറങ്ങിക്കോ. ഉറങ്ങിയോ? അവള് കണ്ണടച്ച ഉടനെ ഉറങ്ങും. അച്ഛനെ സ്വപ്നം കാണുന്ന പ്രതീക്ഷയുള്ള ഉറക്കം അല്ലേ? അമ്മ കേട്ടു അല്ലേ? ഇതൊക്കെ പതിവുള്ളതാ. മോളെ, നിനക്കൊന്ന് കാണണ്ടേ? വേണ്ടമ്മേ. കൺവെട്ടത്ത് നിന്ന് മാറി നിൽക്കാൻ തന്നെയായിരുന്നു തീരുമാനം. പക്ഷേ വിധി വീണ്ടും വലിച്ചിങ്ങോട്ടടുപ്പിച്ചു. ഒറീസയിലും പഞ്ചാബിലും ഒക്കെ പോസ്റ്റിംഗ് ചോദിച്ചു വാങ്ങിച്ചത് ഞാൻ തന്നെയായിരുന്നു. പറ്റുന്നത്ര ദൂരത്തേക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ മനസ്സിവിടെ നിന്ന് ഒരടി പോലും അകന്നു മാറിയില്ല. ഒടുവിൽ ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫറും എൻ്റെ അപേക്ഷ പ്രകാരം. ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ വിഷ്ണുവേട്ടനെയും സത്യാമ്മയൊക്കെ ഒരു മുൾച്ചെടി പോലെ ഞെരിച്ചു കൊല്ലുമെന്ന് എനിക്ക് മനസ്സിലായി. കാണണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതൊക്കെ കുഴപ്പങ്ങൾക്കേ വഴിവെക്കൂ. വിഷ്ണുവേട്ടന് ഒരാപത്തും ഉണ്ടാവരുത്. കാണാൻ മറയത്താണെങ്കിലും കാവലുണ്ടാവും ഞാൻ. ഈ നാട്ടിൽ എവിടെയൊക്കെയോ വിഷ്ണുവേട്ടന്റെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട്. വിഷ്ണുവേട്ടൻ ശ്വസിച്ച വായുവായിരിക്കാം ചിലപ്പോൾ ഞാനും ശ്വസിക്കുക. വിഷ്ണുവേട്ടനും ഞാനും ഒരേ മഴ നനയുന്നുണ്ട്. അത്രയൊക്കെ മതിയമ്മേ എനിക്ക്. അമ്മ കുറച്ചു മുമ്പ് പറഞ്ഞത് ശരിയാ. ആലോചിച്ചു നോക്കിയപ്പോ എനിക്കത് മനസ്സിലായി. സ്നേഹത്തിനും സാന്ത്വനത്തിനും ഒരാശ്വസിപ്പിക്കലിനും ഒക്കെ വേണ്ടി ദാഹിച്ചിരുന്ന, അതിനുവേണ്ടി വാശിയും ശാഠ്യവും കാട്ടിയിരുന്ന ശാലിനി ഇനി ഉണ്ടാവില്ല. അനുഭവങ്ങൾ കൊണ്ട് കല്ലിച്ചു പോയമ്മ എൻ്റെ മനസ്സ്. മോളെ, അമ്മ പോയി കിടന്നോളൂ.
ഓ